കേരളത്തിൻ്റെ കാർഷിക വൃത്തി വലിയ തോതിൽ തകർന്നടിഞ്ഞു കിടക്കുന്നു. കാർഷിക മേഖല തകർന്നടിഞ്ഞു കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തൊക്കെയാണ് കാരണങ്ങൾ? എന്തൊക്കെയാ കാരണങ്ങൾ എന്നാലോചിക്കുമ്പോൾ ആ അവസ്ഥ തന്നെ നമുക്കൊന്ന് പര്യാലോചിക്കുന്നത് ഉചിതമായിരിക്കും. ഇപ്പൊ 1970-കളിൽ നമുക്ക് 8,70,000 ഹെക്ടർ നെല്ല് തന്നെ കൃഷി ചെയ്തിരുന്ന കേരളത്തില് ഇപ്പോ 2,00,000 ഹെക്ടറിൽ താഴെയായിട്ട് നെൽകൃഷി താണിരിക്കുന്നു. അതായത് 8,70,000 ഹെക്ടറിൽ നിന്ന് കൂപ്പുകുത്തി 2,00,000 താഴെ ഹെക്ടറിലേക്ക് താണിരിക്കുന്നു. 1970-കളില് നമ്മുടെ ഭക്ഷ്യധാന്യ ആവശ്യത്തിന്റെ 40% ആവശ്യത്തിന് കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഇപ്പോ 15% താഴെ ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ. അപ്പൊ 1966 ഇന്ത്യയിൽ തുടങ്ങിയ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, റേഷൻ സമ്പ്രദായം, ആ റേഷൻ സമ്പ്രദായമാണ് കേരളത്തെ ഇപ്പോൾ രക്ഷപ്പെടുത്തി നിർത്തിയിരിക്കുന്നത്. നമുക്കറിയാം കോവിഡ് കാലത്തൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് രണ്ടാം പിണറായി ഗവൺമെന്റ് ഭരണത്തിൽ വന്നത് എന്നൊക്കെ. അതായത് ഭക്ഷ്യസുരക്ഷ ആക്ട് UPA ഗവൺമെന്റ് 2013 പാസാക്കിയ ഗവൺമെന്റ് പാസാക്കിയ ഭക്ഷ്യ സുരക്ഷ ആക്ട്, ഫുഡ് സെക്യൂരിറ്റി ആക്ട്, അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്റ്റാണ്. ആ ആക്ട് ഈ ഒരു കോവിഡ് പോലെ ഉള്ള ഘട്ടം അല്ലെങ്കിൽ പട്ടിണിയുടെ ഒരു സാഹചര്യം സംജാതമായാൽ പിന്നെ ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങൾ, അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ, എഡിബിൾ ഓയിൽ, പഞ്ചസാര, ഇത്രയും സാധനം ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കണമെന്നാണ് ഇന്ത്യയുടെ പോപ്പുലേഷന്റെ താഴെ തട്ടിലെ 68% പേർക്ക്. അപ്പൊ അങ്ങനെ ആ 68% പേർക്ക് ഇഷ്ടം പോലെ അരി, ഗോതമ്പ്, ആട്ട, പിന്നെ 5 തരം പയറുവർഗ്ഗങ്ങൾ, അതുപോലെ പഞ്ചസാര, എഡിബിൾ ഓയിൽ, ഇത്രയും സാധനങ്ങൾ കിട്ടി. അതുകൊണ്ട് COVID-19 നമ്മൾ അറിയാതെ കടന്നുപോയി. കേരളത്തിന് ഒരു പരിക്കും പറ്റിയില്ല. അത് മാത്രവുമല്ല, അന്ന് കിട്ടിയ സാധനങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചണാക്കി ആരെ കൊണ്ട്? കുടുംബശ്രീയെ കൊണ്ട്. അതുപോലെ കിറ്റാക്കി ആരെ കൊണ്ട്? റേഷൻ കടക്കാരെ കൊണ്ട്. ആ കിറ്റുകൾ വീടാന്തരം കൊണ്ടുപോയി കൊടുത്തു. ഓർക്കണം, ഒരു ഇലക്ഷന്റെ തൊട്ട് തലേന്നാന്ന് ഓർക്കണം ഈ കോവിഡ് വന്ന ഈ അവസ്ഥയൊക്കെ വന്നത്. അപ്പൊ 2021 ആ കാലഘട്ടത്തിലൊക്കെ കിറ്റ്, കമ്മ്യൂണിറ്റി കിച്ചൺ, ആ കിറ്റുകളൊക്കെ റേഷൻ കടക്കാർ കിറ്റാക്കി അതിനെ വീടാന്തരം സഖാക്കൾ കൊണ്ടു നടന്ന് കൊടുത്തു. അങ്ങനെയാണ് രണ്ടാം പിണറായി വിജയന്റെ വരവിന് കളമൊരുങ്ങിയത്. അതല്ലാതെ ഭരണ മഹത്വം കൊണ്ടാണ് രണ്ടാമത് വന്നത് എന്നവർ ഇളക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അതിന്റെ ഒരു സൈഡ് സ്റ്റോറി ആയിട്ട് ഞാൻ പറഞ്ഞു. അതായത് ഈ PDS എത്രമാത്രം, അതായത് ഫുഡ് സെക്യൂരിറ്റി ആക്ട്, അതുപോലെ നമ്മുടെ റേഷൻ സമ്പ്രദായം, ഇതൊക്കെ എങ്ങനെ സഹായിക്കുന്നു നമ്മളെ കേരളത്തെ ഇന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങോട്ടൊന്ന് സൈഡ് ട്രാക്ക് ചെയ്തത്. അപ്പൊ അങ്ങനെ ഈ 8,70,000 ഹെക്ടറിൽ നിന്ന് 2,00,000 താഴേക്ക് മൂക്കുകുത്തിയ നമ്മുടെ കൃഷി, നമ്മുടെ നെൽകൃഷി, എല്ലാ കാർഷിക മേഖലകളും ഏകദേശം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി. ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾക്ക് വിധേയമായത് കേരളത്തിൽ മാത്രം. ഇന്ത്യയിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി ഒരു തരത്തിലും ലാഭമില്ല, നഷ്ടം കൊയ്യുന്ന കൃഷിയായി മാറിയത് കേരളത്തിലാണ്. കാരണം ഇവിടുത്തെ വലിയ കൂലിയാണ്. കൂലി നിലവാരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്തത്ര വലിയ കൂലി. അതുകൊണ്ടാണല്ലോ 40 ലക്ഷത്തിലധികം അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ ഡെയിലി കൂലി വർക്കിന് വേണ്ടി വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ കൂലി കൂടിയത് കൊണ്ട് തന്നെ നെൽകൃഷി ഒരു തരത്തിലും മുൻപോട്ട് പോകാൻ വയ്യാത്ത ഒരവസ്ഥ വന്നു. അതുപോലെ ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ ഒക്കെ വിലയിൽ വലിയ വർധനവുണ്ടായി. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൂടി ചേർന്ന് പ്രകൃതിക്ഷോഭങ്ങൾ. നമുക്ക് 44 പുഴകളുണ്ട്, പക്ഷെ 19% ഇറിഗേഷനെ കേരളത്തിലുള്ളൂ. മറിച്ച് ഓൾ ഇന്ത്യ തലത്തില് ഇതുപോലെ അധികം പുഴകളില്ല, പക്ഷേ 44% അവിടെ ഒക്കെ ഇറിഗേഷൻ. ഓൾ ഇന്ത്യ തലത്തിലെ ശരാശരി ഇറിഗേഷൻ 44%. കേരളത്തിൽ പുഴകളുണ്ട്, പക്ഷെ ഇറിഗേഷൻ ഇല്ല. അപ്പൊ കൃഷിയൊക്കെ, അതായത് മഴ സമയത്തോ എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും കൃഷിയുടെ സസ്റ്റൈനബിലിറ്റി. അങ്ങനെയൊക്കെയാണ് കേരളത്തിലെ എല്ലാ തരം കൃഷികളും നാശോന്മുഖമായി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രവുമല്ല, പിന്നെയും ഉണ്ട് കാരണങ്ങൾ. 1995 മറാക്കേഷിൽ വെച്ച് സൈൻ ചെയ്ത WTO ഉടമ്പടി, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഉടമ്പടി, ആ ഉടമ്പടിക്ക് ശേഷം 1996
98, 99, 99, 2000, 2000, 2001 ഈ 3 വർഷങ്ങളിലായിട്ട്, അതായത് WTO ട്രീറ്റി നിലവിൽ വന്നതിന് ശേഷമുള്ള 3 വർഷങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ 3 വർഷങ്ങളിലായിട്ട് 700-ലധികം കാർഷിക ഉൽപ്പന്നങ്ങളുടെയാണ് തീരുവ, അതായത് ഇമ്പോർട്ട് തീരുവ കുറച്ചത്. അത് അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഓഫ് കോഴ്സ് ആ രാജ്യങ്ങളുടെയൊക്കെ വിപണി നമുക്കും തുറന്നു കിട്ടി, നമുക്കും അങ്ങോട്ട് കയറ്റി അയക്കാം. പക്ഷേ അതിനുശേഷം വന്ന ആസിയാൻ കരാർ തൊട്ടുള്ള പല കരാറുകളും ഇന്ത്യൻ അഗ്രികൾച്ചറിനെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് 800 ദിവസം നീണ്ട കാർഷിക സമരത്തിൻ്റെയൊക്കെ കാരണവും. അപ്പം കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ആസിയാൻ കരാറൊക്കെ നമ്മുടെ റബ്ബർ കൃഷിയെ ഒക്കെ വലിയ തോതിൽ ബാധിച്ചു. അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ വില വർധനവ് നമ്മുടെ തെങ്ങ് കൃഷി, മറ്റെല്ലാ തരം കൃഷികളെയും കഠിനമായി ബാധിച്ചു. ഇപ്പം നമുക്കറിയാം, തെങ്ങ് ഏറ്റവും ഒന്നാമത്തെ ഉൽപാദക സംസ്ഥാനമായിരുന്നു, തേങ്ങയുടെ ഏറ്റവും ഒന്നാമത്തെ ഉൽപാദക സംസ്ഥാനമായിരുന്നു കേരളം. ഇപ്പോൾ 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയുടെ വില 475, 500 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതൊക്കെ കാണിക്കുന്നത് നമ്മുടെ കാർഷിക മേഖല എത്രമാത്രം താഴേക്ക് പോയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് കേരളം എത്തിച്ചേർന്നത് എന്തുകൊണ്ടാണ്? ഇനി അത് ഒക്കെ പോട്ടെ, ഞാൻ നേരത്തെ സ്വാമിനാഥൻ കമ്മീഷനെ പറ്റി പറഞ്ഞല്ലോ. സ്വാമിനാഥൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തു. അപ്പോയിന്റ് ചെയ്തത് BJP വാജ്പേയി ഗവൺമെന്റ് ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 2004-ലാണ്. 2004-ലെ UPA ഗവൺമെന്റ് ആണ് ഭരണത്തിലുള്ളത്. 2004-5 UPA ഗവൺമെന്റിന്റെ കാലത്ത് 2006 അദ്ദേഹം സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് എന്താണ്? MSP, മിനിമം സപ്പോർട്ട് പ്രൈസ്. ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാർഷിക വിളകൾക്കും മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കണമെന്നായിരുന്നു റെക്കമെൻഡ് ചെയ്തിരുന്നത്. അങ്ങനെ UPA ഗവൺമെന്റ് 2006 മിനിമം സപ്പോർട്ട് പ്രൈസ് നടപ്പിലാക്കുന്നു. 24 ഉൽപ്പന്നങ്ങൾക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് നടപ്പിലാക്കി. പക്ഷെ കേരളത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, അതിനകത്ത് നെല്ല്, അതുപോലെ നാളികേരം, ഈ 2 ഉൽപ്പന്നങ്ങളേ ഉള്ളൂ. അതിനകത്ത് കരിമ്പൊക്കെ ഉണ്ട്, പക്ഷെ കേരളത്തിൽ ഇപ്പോൾ കരിമ്പ് കൃഷിയില്ല. അപ്പൊ അങ്ങനെ ആയപ്പോഴത്തേക്കും ഇവിടെ കൃഷി ഉള്ളതിൽ ഈ 2 ഉൽപ്പന്നങ്ങളേ ഉള്ളൂ. എന്നിട്ട് പോലും ഇപ്പൊ നമ്മൾ കേരളത്തിലേക്ക് വരുവാണെങ്കിൽ എപ്പോഴും കേൾക്കുന്ന, ഇപ്പോഴും ഇനി പല വർഷങ്ങൾ 2014, 16, 14 BJP ഗവൺമെന്റ് വന്ന കാലം മുതൽ 2016 മുതലുള്ള പാരിയുടെ MSP, മിനിമം സപ്പോർട്ട് പ്രൈസ് കർഷകർക്ക് വളരെ വൈകിയാണ് കൊടുക്കാറുള്ളത്. അങ്ങനെ സൂയിസൈഡ് ചെയ്യുന്ന കർഷകരെ പോലും നമുക്കറിയാം. അത്ര ദുരന്തത്തിലാണ് കേരളത്തിലെ നെൽകൃഷി, കേരളത്തിലെ തെങ്ങ് കൃഷിയും ദുരന്തത്തിലാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന തെങ്ങ് കൃഷിയുടെ സംസ്ഥാനം എന്നതിൽ നിന്ന് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത്. ഇനി നമ്മൾ റബ്ബറിന്റെ കാര്യം എടുക്കുക. ഈ പറയപ്പെട്ട LDF ഗവൺമെന്റ് ഭരണത്തിൽ വന്നപ്പോൾ വലിയ പ്രത്യാശ റബ്ബർ കർഷകർക്ക് കൊടുത്തുകൊണ്ടാണ് ഭരണത്തിൽ വന്നത്. അവരുടെ മിനിമം സപ്പോർട്ട് പ്രൈസ് അല്ല, ഗവൺമെന്റ് തന്നെ ഒരു മിനിമം പ്രൈസ് 270 രൂപ കൊടുക്കുമെന്ന ഗ്യാരണ്ടിയൊക്കെ കൊടുത്താണ് വന്നത്. പക്ഷേ അത് തലകീഴായി മറിഞ്ഞു പോയി. എന്നിട്ടും ഒന്നും സഹായിക്കാൻ പറ്റിയില്ല കാര്യമായിട്ട്. അതൊരു വശത്ത്. മറുവശത്ത് അപ്പൊ ഈ വില കുറയുന്നത് പോലെ തന്നെയുള്ള മറ്റു പല പ്രശ്നങ്ങളും, അതായത് 2016-17 ബജറ്റിൽ തന്നെ വന്ന ഒരു വലിയ പ്രോമിസ്, ഡോക്ടർ തോമസ് ഐസക് വെച്ച പ്രോമിസ്, റബ്ബർ കർഷകരുടെ രക്ഷയ്ക്ക് വേണ്ടി സിയാൽ മോഡൽ ഒരു കമ്പനി തുടങ്ങും. സിയാൽ മോഡൽ കമ്പനി എന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചിൻ എയർപോർട്ട് കമ്പനിയാണ് സിയാൽ കമ്പനി വലിയ ലാഭത്തിൽ ഓടുന്ന കമ്പനിയാണ്. അപ്പൊ അതുപോലെ ലാഭത്തിൽ ഓടുന്ന ഒരു കമ്പനി തുടങ്ങും റബ്ബർ കർഷകരുടെ സഹായത്തിന് വേണ്ടി എന്ന് പറഞ്ഞു. പക്ഷേ അതിനെപ്പറ്റി പിന്നീട് അനക്കമൊന്നും ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ കാർഷിക മേഖല തകർന്നടിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇനി അതിനേക്കാളൊക്കെ വലിയ ദുരിതം വിതച്ചുകൊണ്ട് കേരളത്തിലെ കർഷകരെ തളർത്തി കളയുന്ന മറ്റൊരു ആസ്പെക്റ്റാണ് മനുഷ്യ വന്യമൃഗ സംഘർഷം. അതായത് കേരളത്തിന് ഇപ്പോഴും വനപ്രദേശം 28% അതിൽ കൂടുതലോ ഉണ്ട്. പക്ഷേ ഈ വനപ്രദേശത്തിൻ്റെയൊക്കെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ മൂലവും മനുഷ്യന്റെ കടന്നുകയറ്റം മൂലവും ഒക്കെ മൃഗങ്ങൾക്ക് അവിടെ ജീവിക്കാനുള്ള വെള്ളമോ ആഹാരമോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലെത്തി. അതുകൊണ്ട് വന്യജീവികള് മനുഷ്യ വാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി ഭക്ഷണത്തിന് വേണ്ടിയും വെള്ളത്തിന് വേണ്ടിയുമാണ് ഇറങ്ങുന്നത്. പക്ഷെ അവിടെ വെച്ച്
മനുഷ്യരുമായിട്ടുള്ള സംഘട്ടനം, അങ്ങനെ കൃഷിനാശം, മനുഷ്യർ കൊല്ലപ്പെടുന്നു, അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെയാണ്. അങ്ങനെ കേരളത്തിൻ്റെ കാർഷിക വൃത്തി എന്ന് പറയുന്നത് വലിയ അനിശ്ചിതാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. എന്തിനു പറയണം, ഇവിടെ വ്യവസായങ്ങളില്ല, കൃഷി ഇങ്ങനെയാണ്, മനുഷ്യ വന്യജീവി സംഘർഷം വേറൊരു വലിയ ഇഷ്യൂ ആണ്. ഇതൊക്കെ കാരണം കൊണ്ട് പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ മലയാളി കുട്ടികൾ കേരളം വിട്ട് ഇന്ത്യയിൽ എവിടെയെങ്കിലും പോകാനില്ല, ഇന്ത്യക്കും വെളിയിലേക്ക് പോകാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരവസ്ഥ. അപ്പം നമുക്കറിയാം, വേറെ അതിൻ്റെ കൂട്ടായിട്ട് വരുന്നൊരവസ്ഥ അറിയാം. പ്രവാസികൾ ചോര നീരാക്കി കേരളത്തിലേക്ക് അയച്ച പണം കൊണ്ട് നിർമ്മിച്ച വലിയ രമ്യഹർമ്മ്യങ്ങൾ, 14 ലക്ഷത്തിലധികം രമ്യഹർമ്മ്യങ്ങളാണ് ആരും താമസിക്കാനില്ലാതെ വെറുതെ അടച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പല തരത്തിൽ, അതുപോലെ 60+ പോപ്പുലേഷൻ, കേരളത്തിൽ 60% കൂടുതൽ പ്രായമുള്ളവരുടെ സംഖ്യ ഓൾ ഇന്ത്യ തലത്തിൽ 7%, പക്ഷേ കേരളത്തിൽ അത് 17%. ഇങ്ങനെ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് ശരിക്കു പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കേരളം എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ചിങ്ങം 1 ഓർമ്മിക്കുമ്പോൾ, അതായത് കാർഷിക ദിനത്തെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇതുപോലെയുള്ള ദുഃഖകരമായ ഒരുപാട് കാര്യങ്ങളാണ്. പക്ഷേ ഇതോർത്ത് ദുഃഖിച്ചിരിക്കാതെ ഇതിൽ നിന്ന് കരകയറാൻ എന്ത് ചെയ്യാം എന്ന് നാം ആലോചിക്കണം. ഉദാഹരണത്തിന്, ഇപ്പോഴും നമ്മുടെ കാർഷിക മേഖലയ്ക്ക് വളരാനുള്ള സാധ്യതകൾ അനന്തമാണ്. ഉദാഹരണത്തിന്, നമ്മുടെ ഈ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് വളരെയധികം ഡൈവേഴ്സിഫൈഡ് ക്രോപ്പിംഗ് പാറ്റേൺ, അതായത് അന്ന് ഡോക്ടർ തോമസ് ഐസക് 2016-17 ബജറ്റിൽ പറഞ്ഞതുപോലെ ഒരു സിയാൽ മോഡൽ കമ്പനി കൊണ്ടുവന്ന് റബ്ബർ അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ വാല്യൂ അഡീഷൻ നടത്തുകയാണെങ്കിൽ അത് റബ്ബർ കർഷകരെ മാത്രമല്ല, ഒരുപാട് ജനതയെ, റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ എടുക്കുന്ന എല്ലാവരെയും അത് രക്ഷിക്കും. 10 ലക്ഷത്തിലധികം പേരാണ്. അതുപോലെ തെങ്ങ്, എനിക്കറിയാം, കോഴിക്കോട് ജില്ലയിൽ തന്നെ ഉണ്ട് കുടുംബശ്രീ, 7000 കുടുംബശ്രീകൾ ചേർന്ന് സുഭിക്ഷ എന്നൊരു കുടുംബശ്രീ. ആ കുടുംബശ്രീ തെങ്ങിൽ നിന്ന് തന്നെ 41 ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വെർജിൻ കോക്കനട്ട് ഓയിൽ, അതായത് അൾഷിമേഴ്സിന് ഏറ്റവും സിദ്ധ ഔഷധമാണെന്ന് പറയുന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ തൊട്ട് 41 ഉൽപ്പന്നങ്ങൾ. അങ്ങനെ ഈ കേരളത്തെ വീണ്ടും അങ്ങനെ ഈ തേങ്ങയ്ക്കൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ടാവുക, വാല്യൂ അഡീഷൻ ഉണ്ടാവുക, അത് എക്സ്പോർട്ട് മാർക്കറ്റ് കീഴടക്കുക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് വന്നാൽ തെങ്ങ് കർഷകർ രക്ഷപ്പെടും. അതുപോലെ തന്നെയാണ് ഏത് ഉൽപ്പന്നത്തിനും, നമ്മുടെ ഏത്തവാഴ കൃഷി, ഏത് ഉൽപ്പന്നം എടുത്താലും നമുക്ക് സാധ്യതകൾ അനന്തമാണ്. അത്രയധികം ക്രോപ്പിംഗ് പാറ്റേൺ ഉണ്ട് കേരളത്തിൽ. അപ്പൊ ഈ കൃഷിയെ വൈവിധ്യവൽക്കരിച്ച് മൂല്യവർദ്ധനവ് നടത്തി ലോക വിപണി പിടിച്ചടക്കാൻ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതുപോലെയാണല്ലോ നമ്മുടെ ഏലം, അതുപോലെ കോഫി, ടീ, ഇതൊക്കെ നമ്മൾ സമൃദ്ധരാണ്. അപ്പൊ ഇതിനെയൊക്കെ വേണ്ട രീതിയിൽ നടപ്പാക്കി, അതായത് ലോക വിപണിയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും കേരള കർഷകന്റെ നാളത്തെ സ്ഥിതി ഇതായിരിക്കുകയില്ല. നമ്മുടെ കുട്ടികൾ എൻജിനീയറിംഗ് ഇവിടെ പഠിക്കട്ടെ, അവരുടെ കോളേജുകളിൽ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകട്ടെ. ആ സ്റ്റാർട്ടപ്പുകളിൽ എങ്ങനെയാണ് തേങ്ങയുടെ വാല്യൂ അഡീഷൻ നടത്തുക, എങ്ങനെയാണ് കാപ്പിക്കുരു വാല്യൂ അഡീഷൻ നടത്തി വിവിധ തരം ഒന്നാന്തരം ഇൻസ്റ്റന്റ് കോഫിയാക്കി മാറ്റുന്നത്, അങ്ങനെ ഓരോ ഉൽപ്പന്നത്തെ പറ്റിയും സ്റ്റാർട്ടപ്പുകൾ വഴിയായിട്ട് നമ്മുടെ എൻജിനീയറിംഗ് സ്റ്റുഡൻസോ ആർട്സ് സ്റ്റുഡൻസോ ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ആ തരത്തിൽ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ കാർഷിക മേഖല ഇനിയും തഴച്ചു വളരും. കേരളം പഴയതിനേക്കാളും മെച്ചപ്പെട്ട ഒരു കേരളമായി തീരും. ഇവിടെ 60+ പോപ്പുലേഷൻ ഒരു സിൽവർ ഡിവിഡൻഡ്, അതായത് 60+ പോപ്പുലേഷൻ അവരുടെ പോപ്പുലേഷന്റെ ആവശ്യതയൊക്കെ മറന്ന് നല്ല എന്താ പറയുക ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഏൺ ചെയ്യുന്നത് പോലെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ, അതാണ് സിൽവർ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ സിൽവർ ഡിവിഡൻഡ് എൻജോയ് ചെയ്യുന്ന ഒരു പോപ്പുലേഷനെ 60+ നിന്ന് നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. അവരെ കണ്ട് നമ്മുടെ യങ്ങർ പോപ്പുലേഷനും അതുപോലെ തന്നെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കൊയ്യുന്നവരായി കേരളത്തെ നമുക്ക് വളർത്തിയെടുക്കാം. താങ്ക് യു.